ആ എന്തായാലോ തന്റെ ഇഞ്ചക്ഷനും ഓപ്പറേഷനും ഒക്കെ? ശല്യപ്പെടുത്തി ഒഴിപ്പിക്കാനുള്ള തന്ത്രം ഏതാണ്ട് ഫലിച്ചു വരികയായിരുന്നു വക്കീലെ. പക്ഷേ ബോംബെ എന്നൊരു പെരിച്ചാഴി ഇറങ്ങിയിരിക്കുന്നു. എതിർകക്ഷി കാർത്തിയാനിയമ്മയുടെ ആങ്ങളാന്ന് പറയുന്നൊരു ദുർഭൂതം. ഭൂതപ്രേതങ്ങളാണെങ്കിൽ താൻ ഉടനെ പോയി ഒരു മന്ത്രവാദിയെ കാണും. എനിക്കൊരു മനസ്സമാധാനവുമില്ല വക്കീലെ. ഒരാഴ്ചക്കകം വീട് ഒഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നാട്ടിലുള്ള പറമ്പും വീടും ഒക്കെ വെള്ളത്തിലാവും. കുഞ്ഞിക്കണ്ണന്മാരുടെ എഗ്രിമെന്റ് വളരെ സ്ട്രോങ്ങാ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് താനീ പറയണത്? അതെനിക്കും അറിയില്ല. പിന്നെ തന്നെ എന്തിനാ കൂടെ കെട്ടിയെടുത്തത്? പിന്നെ ഞാൻ ഇനി എങ്ങോട്ട് പോകും? താൻ ആ വീട്ടിൽ കയറി താമസിച്ചില്ലേ? താമസിച്ചു. എന്നിട്ട്? പക്ഷെ ആ ഭൂതം വന്നിരിക്കുന്ന ഇടിക്കട്ടയും പിച്ചാത്തിയൊക്കെ ആയിട്ടാ. എന്തിന്? എന്നെ അവിടെ നിന്ന് തല്ലി ഓടിക്കാൻ. ആ അത് ശരി. അപ്പൊ പേടിച്ചോടി വന്നിരിക്കുകയല്ലേ? പേടിയൊന്നുമില്ല, പക്ഷേ പേടിയാണ്. സ്വല്പം. എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ഭൂതബാധ ഇല്ലായിരുന്നെങ്കിൽ എതിർകക്ഷി അവിടെ നിന്ന് ഒഴിവായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് ഒഴിവായിരുന്നു. എന്നാ പിന്നെ അതേ ഉള്ളു വഴി. നേരെ അങ്ങോട്ട് ചെല്ലുക. ഭൂതം ആക്രമിക്കുമ്പോ നമുക്ക് നോക്കാം. ഒറ്റ കുത്തിന് അയാളെന്നെ കൊന്നാലോ? പിന്നെ താൻ എന്തിനാണോ വയ്യാത്ത പണിക്ക് പോയത്? പണിക്കരെ ചാവുന്നെങ്കിൽ ചാവട്ടടോ. അങ്ങനെ ഒരു ഭൂതമുണ്ടോ? ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മം തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല. ഇല്ലേ? ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെല്ലുക, നേരിടുക, അത്രേ ഉള്ളൂ. അത് വയ്യെങ്കിൽ കേസ് കൊടുക്കുക. കേസ് കൊടുത്തു കഴിഞ്ഞത് എപ്പോഴാ? എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ വക്കീലേ, ആരെ വിടണോ? കേസും ബുക്കാറും കൊണ്ടുവന്നു.